ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക് ആൻഡ് പ്ലംബർ ടിപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇലക്ട്രിക് മീറ്റർ മേലുള്ള ഫ്യൂസ് എങ്ങനെ വലിക്കാമെന്നും ഫ്യൂസ് എങ്ങനെ കെട്ടാമെന്നുള്ളതിനെ പറ്റിയാണ്. ആദ്യമായിട്ട് നമ്മൾ ടെസ്റ്റർ എടുക്കുക. ആ ടെസ്റ്റർ എടുത്തതിന് ശേഷം മീറ്റർ ബോർഡിൽ കറണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കറണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഫ്യൂസ് ഒന്ന് വലിച്ചു നോക്കാം. അപ്പം എന്ത് ചെയ്യണം? ഫ്യൂസ് വലിച്ചതിന് ശേഷം നമുക്ക് ആ ഫ്യൂസിനകത്ത് കമ്പി പൊട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം, അപ്പോൾ നമ്മൾ ചില വീട്ടിലൊക്കെ ഫ്യൂസ് ഇടയ്ക്ക് പോകാറുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഫ്യൂസ് പോകുമ്പോൾ കെട്ടേണ്ട രീതിയാണ് കാണിക്കുന്നത്. നമ്മൾ വയറുമല്ല കമ്പി ഒന്ന് എടുക്കണം. അതിനെന്ത് ചെയ്യണം? വയറിൻ്റെ ഇൻസുലേഷൻ അത് കളയാൻ എല്ലാവരും വീട്ടിൽ ചിലപ്പോൾ ഈ സ്റ്റിപ്പറൊന്നും ഉണ്ടാവില്ല. ഇലക്ട്രീഷ്യന്മാരുടെ വീട്ടിലെ സ്റ്റിപ്പറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കത്തിയേറ്റും എന്തെങ്കിലും കളഞ്ഞതിന് ശേഷം അതിന് നമ്മൾ എല്ലാം പാടെ എടുത്തുകൊണ്ട് കെട്ടരുത്. അതിൻ്റെ നൂൽക്കമ്പി എല്ലാതും പാടെ എടുത്ത് കെട്ടരുത്. അത് അപകടമാണ്. ഫ്യൂസ് പോകില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഫ്യൂസ് പോകണം. അപ്പോൾ നമ്മൾ വലിയതിൽ കെട്ടരുത്. ഒരു 3-4 കമ്പി എടുത്തതിന് ശേഷം കെട്ടണം. അപ്പോൾ അത് ഇൻസുലേഷൻ കളഞ്ഞിട്ട് ഫ്യൂസിൻ്റെ കമ്പി 4 എടുത്തതിന് ശേഷം ഫ്യൂസിൻ്റെ ഒരു ലെഗിന്ന് മറ്റേ ലെഗിക്ക് നല്ലപോലെ പിരിച്ച് സെറ്റാക്കി കൊടുക്കണം. അതിൻ്റെ കമ്പി ഒരിക്കലും പുറത്ത് നിൽക്കരുത്. അങ്ങനെ 1-2 വീടുകളിൽ എനിക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കമ്പി പുറത്തേക്ക് നിന്നിട്ട് ഷോക്ക് അടിക്കുന്ന പ്രശ്നമായി. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്യൂസിൻ്റെ ഫുൾ കമ്പി കെട്ടരുത്. 2, കമ്പി ഒരിക്കലും പുറത്ത് നിൽക്കരുത്. പിന്നെ ഫ്യൂസിൻ്റെ കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഫ്യൂസ് നമ്മൾ എത്രത്തോളം പെട്ടെന്ന് പോകുന്ന അത്രയും അപകടങ്ങൾ കുറയും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഫ്യൂസ് കെട്ടാൻ. പിന്നെ വെള്ളം നനഞ്ഞതൊക്കെ ആണെങ്കിൽ ഊരുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഫ്യൂസ് കെട്ടൽ കഴിഞ്ഞു. ആ ഫ്യൂസ് നമുക്ക് കുത്തി കൊടുക്കുകയാണ്. 2 ഫ്യൂസും കുത്തി കൊടുക്കുക. അപ്പോൾ ചെറിയ സ്പാർക്കിംഗ് ഉണ്ടാവും. പേടിക്കൊന്നും വേണ്ട. നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക? മീറ്റർ ബോർഡിനൊന്ന് അയച്ചു നോക്കുക. മീറ്റർ ബോർഡിൻ്റെ ഡോറൊന്ന് അയച്ചിട്ട് അതിലെന്തെങ്കിലും വയറിൻ്റെ പ്രശ്നങ്ങളുണ്ടോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വീട്ടുകാരെ കെട്ടണമെന്ന് വെച്ചെങ്കിൽ നമ്മളത് അയച്ചു നോക്കൊന്നും വേണ്ട. അതല്ല, ഇലക്ട്രീഷ്യന്മാർ വന്നിട്ടാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അവർ കൂടുതലും ശ്രദ്ധിക്കും. ഞാൻ അവരെന്താ ശ്രദ്ധിക്കാത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് അയച്ചിട്ട് ഉള്ളൊക്കെ ഒന്ന് നോക്കാൻ പറയാം. നമ്മൾ വയർ എന്തെങ്കിലും എറുമ്പ് തിന്ന് പ്രശ്നങ്ങളുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണം, നല്ലതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് ഇലക്ട്രീഷ്യന്മാർ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഡോർ അയച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? സർവീസർ ഒന്ന് ചെക്ക് ചെയ്യണം. സർവീസറിൻ്റെ മുകളിലിട്ട ആ ഹോള് അവിടെ നമ്മളെ സ്റ്റേ വയറൊക്കെ വറ്റിന് ശേഷം വലിവ് വന്നിട്ട് അവിടെ ഒരു ക്രാച്ച് വരും. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതാണ് ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞത്. ടെസ്റ്റർ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഫ്യൂസൊക്കെ ഊരാൻ. എന്തെങ്കിലും ക്രാച്ച് ഇതൊക്കെ വന്നിട്ട് അതിൻ്റെ കറണ്ട് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ചെങ്കിൽ പ്രശ്നം വരും. നമുക്ക് ഡോർ അടച്ചതിന് ശേഷം എർത്തിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാം. എർത്ത് സ്വിച്ചിൻ്റെ പുറം പൊടിമൊക്കെയാണ് നമ്മൾ എർത്ത് കൊടുക്കുക. എർത്ത് അവിടെ ഒരു സ്ക്രൂ കണ്ടല്ലേ, ആ സ്ക്രൂവിനകത്താണ് കൊടുക്കുക. മേസിൻ്റെ ഡോറൊന്ന് തുറക്കുക. ഡോർ തുറന്നതിന് ശേഷം അതിൻ്റെ 2 കോണ്ടാക്റ്റ് ഉണ്ടല്ലേ, ആ കോണ്ടാക്റ്റ് ലൂസ് കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് ഒന്ന് പൊന്തിച്ച് നോക്കണം. അപ്പോൾ ലൂസില്ല ഉറപ്പ് വരുത്തണം. അവിടെ ലൂസ് വരുമ്പോഴാണ് എർത്ത് ലീക്കേജ് വരുന്നത്. അവിടെ ലൂസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഷോർട്ടായിട്ട് കത്തും. അതിൻ്റെ ലെഗിൽ ലൂസ് വന്നാൽ ഷോർട്ടായിട്ട് കത്തും. ഷോർട്ടായിട്ട് കത്തിയാൽ
മെയിൻ സ്വിച്ചിൽ ഒന്നിച്ച് കത്തും ചെയ്യും. ഇതിൻ്റെ അപ്പുറം പിന്നെ എർത്ത് കോപ്പർ നമ്മൾ ചുമരുമോടെയാണ് അടിച്ചു കൊടുക്കുക. അടിയിൽ ഇറങ്ങിയിട്ട് എർത്ത് പൈപ്പുമൊക്കെയാണ് നമ്മൾ കൊടുക്കുക. നിലത്ത് കുഴിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ നിലത്ത് കുഴിച്ചിട്ട ഭാഗത്ത് അതിൽ പൊടിക്കുക എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഷോക്ക് ഏൽക്കും. അത്ര അപകടങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് ഇത് ചെക്ക് ചെയ്യാമെന്ന് പറയുന്നത്, എർത്ത് ലീക്കേജ് ഉണ്ടോയെന്ന്. അതൊക്കെ നല്ല ഉറപ്പ് വരുത്തണം നമ്മളെപ്പോഴും. അപ്പോൾ ആ കോപ്പർ ഉണ്ടല്ലേ ചുമരുമൂട് ഇറങ്ങിയിട്ട് നിലത്തോട്ട് പോവാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൽ അപകടം വരും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് അതിൽ പറയാനുള്ളത്. ഇവിടെ ഈ കാണിക്കുന്നത് പിന്നെ 10W DB ബോർഡാണ്. അതായത് നമ്മളെ LCB MCB ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. MCB എന്ന് പറഞ്ഞാൽ വീടിനകത്തുള്ളൊരു മെയിൻ സ്വിച്ചാണ്. LCB എന്ന് പറഞ്ഞാൽ എർത്ത് ലീക്കേജ് ഷോർട്ട് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് അതിൻ്റെ ചുരുക്കം. അപ്പോൾ ഓരോ റൂമിലേക്കും സർക്യൂട്ടായിട്ട് വലിക്കുന്നതിന് കൊടുക്കുന്നതാണ് MCB. അത് 6 ആംസ് ഉണ്ടാവും, 10 ആംസ് ഉണ്ടാവും, 16 ഉണ്ടാവും, 20 ഉണ്ടാവും. ഈ 16, 20 നമ്മൾ പവറിന് കൊടുക്കുന്നതാണ്. മറ്റതൊക്കെ ഓരോ റൂമിൽ സാധാ നോർമൽ ലൈറ്റ് ഫാന് ഇതിനൊക്കെ കൊടുക്കുന്നതാണ്. LCB MCB എന്നതിനെ കുറിച്ച് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ എൻ്റെ ഡീറ്റെയിലായിട്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ LCB വർക്കിംഗ് ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ ആ എൻഡ് ബട്ടൺ അമർത്തുക. അപ്പോൾ അത് നീല സ്വിച്ച് അത് താകും. ചിലതിനത് കറുപ്പ് സ്വിച്ചിൽ എൻഡ് ബട്ടണായിട്ടൊക്കെ കാണിക്കുക. അതൊന്ന് ഇടയ്ക്കൊന്ന് അമർത്തി വെക്കണം. അപ്പോഴേ നമ്മളതിൻ്റെ വർക്കിംഗ് ഉണ്ടോയെന്ന് അറിയുള്ളൂ. അതിന്മേൽ നിൽക്കുമ്പോൾ അത് താവും ചെയ്യും. പിന്നീട് പൊന്തിച്ചു കൊടുക്കുക. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത് നിൽക്കിയതിന് ശേഷം നമുക്ക് നമ്മളെ വീടിനകത്ത് കറണ്ട് ഉണ്ടോയെന്ന് അറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് എൻഡ് ബട്ടൺ നിൽക്കുമ്പോൾ അത് താകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ വീടിനകത്ത് കറണ്ട് ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് കറണ്ട് ഉണ്ടോ ഇല്ല അറിയില്ല. പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ ഇൻവേർട്ടറൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തീരെ അറിയില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുകയും ചെയ്യാം നമുക്ക്. നമ്മൾ ഇവിടെയുള്ള കറണ്ട് നമുക്ക് പുറത്തുണ്ടോ ഉണ്ടാവും മീറ്റർ ബോർഡിൽ. പക്ഷെ അത് അകത്തേക്ക് വരുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആ എൻഡ് ബട്ടൺ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടേക്ക് വരും. അതിന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കല് കേട്ടോ. എൻ്റെ ചില ഫ്രണ്ട്സുകളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ എന്നാലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.